KCBയിൽ 3 ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനിവിടെ ഗവൺമെൻറ്റിന് കഴിവില്ല ഇങ്ങനെ എടുക്കാൻ. പിന്നെ KCBക്ക് അതിനുള്ള ആരോഗ്യമില്ല. ആ ഒരു ഡയറക്ടറെ കണ്ടുപിടിക്കുന്നതിന് ഒരു 8.something ലക്ഷം രൂപ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ഡയറക്ടർ 24 ലക്ഷത്തി ശിഷ്ടം രൂപ ഈ 3 മെമ്പർമാരെ 3 ഡയറക്ടർമാരെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ ബില്ല് കൊടുത്തു. അത് പാസ്സാക്കി റെഡിയാക്കി ഇപ്പോൾ കാശ് കൊടുക്കാൻ പോവാണ്. എന്തിനാ ഈ PSC എന്ന് പറയുന്ന സ്ഥാപനം? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പിരിച്ചുവിടണം യഥാർത്ഥത്തിൽ. ഹലോ ആൻഡ് ഹായ് എവറി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരിഞ്ചുളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. KCBയുടെ റവന്യൂ ഗ്യാപ്പ്, അത് കേൾക്കാത്ത മലയാളികൾ ആരുമില്ല. ഇപ്പോൾ ഒരുമാരപ്പെട്ട എല്ലാ മലയാളികളും ഈ റവന്യൂ ഗ്യാപ്പ് എന്ന പദം ഇപ്പോൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. അത് പോപ്പുലർ ആയത് KCB താരിഫ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു റെഗുലേറ്ററി കമ്മീഷന്. അതിനുശേഷം റെഗുലേറ്ററി കമ്മീഷൻ വിളിച്ചുകൂട്ടിയ പൊതു കണക്കെടുപ്പ് പബ്ലിക് ഹിയറിംഗിൽ വെച്ച് ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയും ആ വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ റവന്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന പദം എല്ലാവരുടെ ഇടയിൽ പോപ്പുലർ ആയത്. വരവ് ചെലവ് കണക്കുകളുള്ള വ്യത്യാസം, ഈ റവന്യൂ ഗ്യാപ്പ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് KCB ഇപ്പോൾ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ ഈ KCB പലയിടത്തും അനാവശ്യമായി പണം ചെലവാക്കുന്നു, അല്ലെങ്കിൽ ഏകദേശം 30,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഒരു വർഷം വിറ്റഴിച്ചിട്ടും എന്തുകൊണ്ട് KCB ലാഭത്തിലാകുന്നതെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ റവന്യൂ ഗ്യാപ്പ് വരുന്നതെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പലരും ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പല വിഷയങ്ങളും KCB നടത്തുന്ന അധിക ചെലവിനെ കുറിച്ച് വെളിവാക്കിയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിരുന്നു. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ, മുൻ ജസ്റ്റിസ് ആയിരുന്ന കമാൽ പാഷ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിൽ വളരെ രസകരമായ ഒരു കാര്യമാണ് പറയുന്നത്. ഇത്രയും നാള് ശമ്പള ഇനത്തിൽ കൊടുത്ത അധിക തുക, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ശരിയായ രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്താത്തത് കൊണ്ട്, എഫിഷ്യൻസി ഇല്ലാത്തത് കൊണ്ട് KCBക്ക് വന്ന നഷ്ടത്തിന്റെ കഥകളാണ് പറയാനുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റിന് വേണ്ടി വരെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കമാൽ പാഷ ചെയ്തൊരു വീഡിയോ ഉണ്ട്. 3 ഡയറക്ടറെ നിയമിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഫീസ് ഇനത്തിൽ കൊടുത്ത തുക ഒരാൾക്ക് 8 ലക്ഷം രൂപ വെച്ചാണ്. എങ്ങനെ ഇരിക്കണം? ആ സംഭവം ജസ്റ്റിസ് കമാൽ പാഷ തന്റെ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ആ വീഡിയോ ആണ് റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം. KCBയിൽ 3 ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനിവിടെ ഗവൺമെൻറ്റിന് കഴിവില്ല ഇങ്ങനെ എടുക്കാൻ. പിന്നെ KCBക്ക് അതിനുള്ള ആരോഗ്യമില്ല. പിന്നെ PSCക്കകത്ത് ഒരുപാട് പേരുണ്ട്. അവർ പ്യൂണന്മാരുടെയും സ്വീപ്പർമാരുടെയും ഒക്കെ നിയമനമായിട്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഏതാണ്ട് 4-5 ലക്ഷം രൂപയുടെ വരുമാനം ആ മെമ്പർമാർക്ക് 22 പേർക്ക് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വീതിച്ച് എല്ലാ ഈർക്കൽ പാർട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അത് നിയമിക്കാനായിട്ട്, അതായത് അതിൽ ആക്കാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതിനകത്ത് വലിയ കോടിക്കണക്കിന് രൂപയും വാങ്ങിക്കുന്നുണ്ട് അവരുടെ നിന്ന്. അതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതൊന്നും അഴിമതിയല്ല കേട്ടോ. ഇതൊന്നും അഴിമതിയൊന്നുമല്ല, നല്ല കാര്യമാണ് നടക്കുന്നത്. അങ്ങനെ ഒരു നല്ല കാര്യം നമ്മളിപ്പോൾ കണ്ടത് ഈ KPESRBക്ക് അവർക്ക് ഈ നിയമിക്കാനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു നടപടി നടത്താനായിട്ട് കൊടുത്തു. നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് വിചാരിക്കും. അത് പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ. ഇങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്താൻ ആ സ്ഥാപനത്തിന് നേരിട്ട് സാധിക്കാത്ത അവസരങ്ങളിൽ അവരതൊരു ഏജൻസി ഏൽപ്പിക്കാറുണ്ട്. അവരായിരിക്കും ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സൊക്കെ ചെയ്യുന്നതും ആളുകളെ നിയമിക്കുന്നതും. അത്തരത്തിൽ കേരള സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് PSC. അതാണല്ലോ PSCയുടെ ജോലി. എല്ലാ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്യുക. PSC അത് വിജ്ഞാപനം ചെയ്യും. ഇന്ന ഒഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അത് വിജ്ഞാപനം നടത്തും. PSCക്ക് തന്നെയാണ് ആപ്ലിക്കേഷൻ അയക്കുന്നത്. ആപ്ലിക്കേഷൻ അയച്ച് PSC തന്നെയാണ് ടെസ്റ്റും സ്ക്രീനിങ്ങും ഇന്റർവ്യൂ ഒക്കെ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അതിനു വേണ്ടി നമ്മൾ കാശ് കൊടുത്തൊരു ബോർഡിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിലേക്ക് നേരത്തെ പറയുന്ന പോലെ PSC മെമ്പർമാരായിട്ട് ഏത് മുന്നണിയാണോ ഭരണത്തിൽ വരുന്നത് ആ മുന്നണിയിൽപ്പെട്ട എല്ലാ സകലമാന പാർട്ടികൾക്കും, അതിപ്പോൾ 2 അണി മാത്രമുള്ള പാർട്ടിയാണെങ്കിൽ പോലും അവർക്കും ഈ PSC മെമ്പർഷിപ്പ് കൊടുക്കും. അവർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം അവർ വാങ്ങിക്കുന്നുണ്ട് ഇതിനു വേണ്ടി.
അങ്ങനെ ഒരു സാഹചര്യം എവിടെ ഇരിക്കെ അതിനും പുറമെ മറ്റൊരു ഏജൻസി റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ്, ഇതിനൊക്കെ പുറമെ ഒരു പ്രസ്ഥാനം, അവിടെയും കുറേ ആളുകളുണ്ട്, അവരെയും ശമ്പളം കൊടുത്ത് പോറ്റണം. ആ സംഭവമാണ് ഈ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത്. സർക്കാരിനും കഴിവില്ല, PSCക്കും കഴിവില്ല, അവസാനം അത് വേറെ ആളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരിനി എന്താ ചെയ്തതെന്ന് നോക്കാം. അവർ വളരെ കഷ്ടപ്പെട്ട് അവർ കണ്ടുപിടിച്ചു. 3 ഡയറക്ടർമാരെ കണ്ടുപിടിച്ചത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. പക്ഷേ ആ ഒരു ഡയറക്ടറെ കണ്ടുപിടിക്കുന്നതിന് ഒരു 8 ലക്ഷം രൂപ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ഡയറക്ടർ 8 ലക്ഷത്തിന് മേളിൽ. അങ്ങനെ 24 ലക്ഷത്തി ശിഷ്ടം രൂപ ഈ 3 മെമ്പർമാരെ, 3 ഡയറക്ടർമാരെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ ബില്ല് കൊടുത്തു. അത് പാസ്സാക്കി റെഡിയാക്കി ഇപ്പോൾ കാശ് കൊടുക്കാൻ പോവാണ്. എന്താ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. നിയമനം നടത്താനായിട്ടൊരു ബോർഡ്, PSC എന്ന് പറഞ്ഞിട്ട്, അതിന് മേളിൽ വേറൊരു ബോർഡ്, കേരള പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന വേറൊരു ബോർഡ്. അവർ ആളെ കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് 8 ലക്ഷത്തിൽ പരം രൂപ ഫീസ് കൊടുക്കണം ഒരാൾക്ക്. 3 പേരാണ് റിക്രൂട്ട് ചെയ്യുന്നത്. 3 പേർക്കും കൂടി 24 ലക്ഷം രൂപ, 1/4 കോടി രൂപ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പൈസ ഇവരുടെ ശമ്പളത്തിലാണ്. ശമ്പളമല്ല കേട്ടോ, അത് വേറെ കൊടുക്കും. ഈ ഡയറക്ടറായിട്ട് നിയമിക്കുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം, പിന്നെ അതുകൂടാതെ TA, DA, പിന്നെ സ്വന്തമായിട്ട് വാഹനം. KSEBിയുടെ ഡയറക്ടർ ബോർഡിൽ നിലവിലുള്ളത് അഡീഷണൽ സെക്രട്ടറി അടക്കം 9 പേരാണ്. KSEBിയുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദാ നോക്കിക്കോ. ബിജു പ്രഭാകർ IAS ആണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. അതിൻ്റെ കീഴിൽ 2, 3, 4, 5, 6, 7, 8, 9 പേര് ഡയറക്ടർ ബോർഡിലുണ്ട്. ഒക്കെ ഡയറക്ടർമാരാണ് കേട്ടോ. അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കം ഡയറക്ടർമാരാണ് ഇതിനകത്തുള്ളവർ. ഈ ഡയറക്ടർ ബോർഡിലേക്ക് നിയമിക്കുന്നത് 3 വർഷത്തേക്കാണ്. ഈ 9 പേരെ നിയമിച്ചത് 8 ലക്ഷം രൂപ വാങ്ങിയാണെന്ന് ഞാൻ പറയുന്നില്ല. 8 ലക്ഷം രൂപ ഫീസ് കൊടുത്താന്നുള്ള കാര്യത്തിൽ എനിക്ക് ധാരണയില്ല. ഈ 3 പേരുടെ കാര്യത്തിൽ മാത്രമാണ് കമാൽ പാഷ പറയുന്നതനുസരിച്ചിട്ട് 8 ലക്ഷം രൂപ ഫീസ് കൊടുത്തതായിട്ട് അറിയുന്നത്. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കൂ. ഇനി അങ്ങോട്ട് ബോർഡ് 3 വർഷം കാലാവധി കഴിയുമ്പോൾ അടുത്ത ബോർഡിനെ തിരഞ്ഞെടുക്കണം. ആ സമയത്ത് ഫീസ് ഇനി കൂടാനാണ് സാധ്യത. അന്നേരം ചിലപ്പോൾ 8, 10, 12 ലക്ഷം ആയിരിക്കും മേടിക്കുന്ന ഫീസായിട്ട്. പോട്ടെ, ഈ ഒരു 8-9 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും, 9 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കൂ. ആ സമയത്ത് 9 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ 9 × 9 81 ലക്ഷം രൂപ ഫീസ് ഇനത്തിൽ കൊടുക്കണം. ഈ 3 വർഷത്തേക്ക് എടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 3 വർഷത്തിനിടയ്ക്ക് വേണമെങ്കിൽ പിരിച്ചുവിടാം. അങ്ങനെ പിരിച്ചുവിട്ടാലും അടുത്ത ടീമിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതേ 81 ലക്ഷം രൂപ ചിലവാക്കണം. എക്സ്റ്റെൻഡ് ചെയ്താൽ നമ്മുടെ ഭാഗ്യം. കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് ബില്ലായിട്ട് അടക്കുന്ന കാശിൽ നിന്നാണ് ഈ ഫീസൊക്കെ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ PSC? അവരെ ഏൽപ്പിക്കുന്നതിന് പുറമെ റിക്രൂട്ട്മെൻറ്റിന് വേറൊരു ടീമിനെ ഏൽപ്പിക്കുക, അവർക്ക് വേറൊരു ഫീസ് കൊടുക്കുക. ഇപ്പം നിലവിൽ 1/4 കോടി രൂപയാണ്. അടുത്ത ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് 1 കോടി രൂപയാവും. ലോങ് റണ്ണിൽ എത്ര കോടിയോളം രൂപ ഇങ്ങനെ പാഴ്ചെലവ് നടത്തി മുന്നോട്ട് പോകും. ആ ഭാരമൊക്കെ വന്നുപെടുന്നത് നമ്മളുടെ തലയിലാണ്. അത് നികുതിയായിട്ട് വരുന്നു, കറണ്ട് ചാർജ് വർധനമായിട്ട് വരുന്നു, റവന്യൂ ഗ്യാപ്പ്. ഈ റവന്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്ന വഴിയൊക്കെയാണിത്. ഇത്രയും തോന്നിവാസം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാ ഈ PSC എന്ന് പറയുന്ന സ്ഥാപനം? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പിരിച്ചുവിടണം യഥാർത്ഥത്തിൽ. കാരണം ആ വെള്ളാനകളെ അങ്ങ് പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ മുതൽ ആർക്കും ഒരു ജോലിയും കൊടുക്കത്തില്ല. പണ്ട് സൂപ്പർ പോസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നാണ് ഈ പേര് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഓരോരുത്തരും. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ അതെല്ലാം ഒരുപാട് തോന്നിവാസങ്ങളാണ് നടക്കുന്നത് മുഴുവൻ. അത് സ്വജനപക്ഷപാതമൊക്കെ അതിനകത്ത് നടക്കുന്നത്. ആ രീതിയിലേക്ക് പോകും കാര്യങ്ങൾ. ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആർക്കൊക്കെ ഇപ്പോൾ ജോലി കിട്ടുന്നുണ്ട്? പണ്ട് എത്രയോ പേർക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നറിയോ? ഇന്നതില്ല. പക്ഷേ ആ സ്ഥാപനങ്ങളുണ്ട്. കാരണം അതിലിരിക്കുന്ന ആളുകൾക്കൊക്കെ പണം വേണം, കാശ് വേണം, അവർക്ക് ശമ്പളം കൊടുക്കണം, എല്ലാം വേണം. അതൊക്കെ നിർബന്ധമായിട്ട് വേണം. ട്രഷറി പറ്റി വരണ്ടിരുന്നാലും കാര്യമില്ല. അത് മറ്റൊരു വെള്ളാനാണ് കേട്ടോ. അതിനെക്കുറിച്ച് പറയാം. ഇദ്ദേഹം ചോദിക്കുന്നത് ശരിയല്ലേ? ഈ റിക്രൂട്ട്മെന്റ് വേറൊരു ബോർഡിന് വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് PSC? അവർക്കും ഈ PSC മെമ്പർമാർക്ക് ലക്ഷം രൂപ ശമ്പളം, അതിന് പുറമെ വണ്ടി, ആ ചെലവ്, ഈ ചെലവ് എന്ന് പറഞ്ഞാൽ ആ കാശ് ആ വഴിക്ക്. അതുകൂടാതെ റിക്രൂട്ട്മെന്റ് നടത്താൻ വേറൊരു ടീം, അവർക്ക് ഈ പറയുന്ന പോലെ ശമ്പളം, ചെലവ്, കാശ്. അതുകൂടാതെ ഓരോ റിക്രൂട്ട്മെന്റിനും ഫീസ് കൊടുക്കുക. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള, സർക്കാരിന്റെ ചെലവിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം സർക്കാരിന് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് സർക്കാരിനോട് ഫീസ് മേടിക്കുക. ആ കാശ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വാങ്ങിച്ചെടുക്കുക. പിന്നെ എന്തിനാണ് PSC?
അവരെയും തീറ്റിപ്പോറ്റണം, ഇവരെയും തീറ്റിപ്പോറ്റണം. എന്തിനാണ് ഒരേ കാര്യത്തിന് വേണ്ടി രണ്ടുപേരെ തീറ്റിപ്പോറ്റുന്നത്? ആരെങ്കിലും ഒരാൾ പോരെ. പിന്നെ ഇദ്ദേഹം പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കാര്യം, അത് വൻ കോമഡിയാണ്. എൻ്റെ അറിവിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി കിട്ട ആരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ 10ാം ക്ലാസ് പാസ്സായ സമയത്താണ് ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന പേരിൽ നമ്മൾ ആകെ ചെയ്യുന്നൊരു ജോലി അതാണ്. നമ്മൾ അവിടെ ചെല്ലുന്നു, അവിടെ ഒരു ഫോം ഉണ്ട്, 50 രൂപ മറ്റോണ് ഫീസ് എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 50 രൂപ കൊടുക്കും, ആ പൈസയും പോക്കാണ്. ഫോട്ടോ എടുത്ത് ഒട്ടിക്കണം, ആ പൈസയും പോക്കാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ബസ് പിടിച്ചു വന്ന ബസ് കൂലിയും പോക്കാണ്. ഇതൊന്നും തിരിച്ചു കിട്ടിയ ചരിത്രം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല. പണ്ട് നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ശങ്കരാടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം, മോഹൻലാൽ അവതരിപ്പിക്കുന്ന ദാസൻ എന്ന കഥാപാത്രമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. ഇവർക്ക് ജോലി പോയി നിൽക്കുന്ന സമയത്ത് ഈ ശങ്കരാടിയുടെ കഥാപാത്രം ചോദിക്കും, ഇനി എന്താണ് പരിപാടി? അപ്പോൾ ദാസൻ പറയും, ഞങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്ന ഡയലോഗാണ്. അപ്പോൾ കുഴപ്പമില്ല, ചാകുന്നതിന് മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ വരും. എൻ്റെ അറിവിൽ ആർക്കും ഈ ചാകുന്നതിന് മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നമ്മളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് എത്രയോ കാലങ്ങളായെന്നറിയാവോ? 1997 98 രജിസ്റ്റർ ചെയ്തിട്ടതാണ്. ഇതിപ്പോൾ 2024 ഉള്ളത് പറയാമല്ലോ, പേരിന് പോലും ഒരു കോൾ വന്നിട്ടില്ല. നല്ല ഐശ്വര്യ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം, അത് ആരെങ്കിലും റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ അവരെയും തീറ്റിപ്പോറ്റുന്നുണ്ട്. ആ ഒരു വെള്ളാനക്കൂട്ടം അങ്ങനെ ഒരു വഴിക്ക് ലോട്ടറി അടിക്കുന്ന ഭാഗ്യവന്മാരെ പത്രത്തിലും കാണാറുണ്ട്. ഈ ഭാഗ്യവന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. എന്തൊക്കെയായാലും ഈ KSEBയുടെ റവന്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന സംഗതി, വരവ് ചെലവ് കണക്ക് നോക്കുമ്പോൾ ചെലവ് കൂടുതലും വരവ് കുറവും അങ്ങനെ നഷ്ടത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള അനാവശ്യമായ ചെലവുകളാണ്. ഇതൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. ആര് നിയന്ത്രിക്കണം? ജനങ്ങൾ തന്നെ നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങൾ. നമ്മൾ പ്രതികരിക്കണം, നമ്മൾ ബഹളം ഉണ്ടാക്കണം, നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മളുടെ പൈസയാണല്ലോ 8 ലക്ഷവും 24 ലക്ഷവും 10 ലക്ഷവും നാളെ കോടികളായിട്ട് വല്ലവൻ്റെയും പോക്കറ്റിലേക്ക് പോകുന്നത്. ഈ സംഗതികളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.